ഈ ഉമ്മായും വാപ്പായും എങ്ങനെ ഉണ്ടായിരുന്നു? അയ്യോ അടിപൊളിയല്ലേ. ഞങ്ങളെക്കാളൊക്കെ ഇഷ്ടമായിരുന്നു. പെട്ടെന്ന് മാറിയൊക്കെ പോകാന്ന് വെച്ചു. ഞാൻ കൂടെ വന്നോട്ടെ എന്നുള്ള ലെവൽ വരെ എത്തി. അച്ഛനും ഉപ്പച്ചി. അല്ല, സാധാരണ ഒരു പുതിയ ആർട്ടിസ്റ്റ് ചെയ്യുമ്പോഴേ കുറേ സമയം എടുക്കും, ചിലപ്പോൾ കുറേ ടേക്സ് പോകും. അങ്ങനെ സാധാരണ ഇവിടെ നേരത്തെ നമ്മൾ മെൻഷൻ ചെയ്ത മാതിരി പറഞ്ഞ ദിവസത്തിന് മുന്നെയാണ് ഷൂട്ട് ചെയ്യുന്നതും. നമ്മളെയൊക്കെ ചേട്ടന്റെ സിനിമ കാണുമ്പോൾ മനസ്സിലാവും ഓരോ സീൻസും കുരുവി ചെയ്യുന്ന കണ്ടിട്ടുണ്ടെങ്കിൽ നമ്മള് ഭയങ്കര അസാധ്യ പെർഫോമൻസ് ആണ്. എത്തിക്കൊണ്ട് പോക്കി പറയല്ല, ബോൺ പെർഫോമർ. ആൻഡ് അത് നമ്മൾ ഷൂട്ട് ചെയ്യുമ്പോൾ വി എക്സ്പീരിയൻസ് ഇറ്റ് ആസ് ആക്ടേഴ്സ്. ഇപ്പൊ നമ്മളൊരു റിയാക്ട് ചെയ്യുമ്പം ഇമ്മീഡിയറ്റ്ലി ഓട്ടോമാറ്റിക്കലി ഒരു നാച്ചുറൽ റിയാക്ഷൻ കംസ്. അതൊരു ബോൺ ആർട്ടിസ്റ്റിന് വരും തീർച്ചയായിട്ടും. എസ്പെഷ്യലി ഈ വളരെ ടെൻഡറാണ്. ഷീസ് എ ലിറ്റിൽ ഗേൾ. അവൾക്ക് അങ്ങനത്തെ ഒരു മെന്റൽ മെച്യൂരിറ്റി വന്നത് കൊണ്ടാണ് എന്ത് തന്നെ ആയാലും ആക്ടിങ് ഇസ് ആൻ ആർട്ട്. അതൊരു കലയാണ്. അവരുടെ ഉള്ളിൽ അത് ആ ഒരു ഈശ്വരാനുഗ്രഹം ജന്മസിദ്ധമായിട്ടുള്ളത് കൊണ്ടാണ് അനായാസമായിട്ട് ചെയ്യാൻ കഴിയുന്നത്. അതെ അതെ തീർച്ചയാണ്. ഇത് എക്സാജറേഷൻ അല്ല കേട്ടോ. ബിക്കോസ് പേജസ് ഓഫ് ഡയലോഗ്സ്. ഇപ്പം ലാലുവിന്റെ കൂടെയുള്ള ഒരു സീനിൽ ഇവള് തിരിച്ച് പറയുന്ന ഒരു സീക്വൻസ് ഉണ്ട്. അന്ന് മുക്ത പറയണ്ടായിരുന്നു ലൈക്ക് ക്ലാപ്പ് ചെയ്തു എന്ന് പറഞ്ഞു. ഭയങ്കര സൈലന്റ് ആയിട്ട് അത് കഴിഞ്ഞപ്പോ അത്രയും എല്ലാവരും നമ്മുടെ ക്രൂ എല്ലാവരും സംസാരിക്കുന്നുണ്ടെങ്കിൽ അത് കുരുവിനെ കുറിച്ച്. അപ്പൊ അത്രയും പറയണമെന്നുണ്ടെങ്കിൽ അതും ഒരു പുതിയ ആർട്ടിസ്റ്റിനെ കുറിച്ച് അങ്ങനെ പറയണമെന്നുണ്ടെങ്കിൽ ആ കൊച്ച് എഫേർട്ട്ലെസ്. അത് എനിക്ക് തോന്നുന്നു പ്രേക്ഷകർക്കും. ഇപ്പൊ ഞാനും ഒരു പ്രേക്ഷകന്റെ പോയിന്റ് ഓഫ് വ്യൂവിലാണ് പറയുന്നത്. നമ്മളിലേക്ക് തീർച്ചയായിട്ടും അത് എത്തും. ആ ഒരു മാജിക് ഇൻ ഹർ പെർഫോമൻസ്. തീർച്ചയായിട്ടും. ഈ പറഞ്ഞത് നമ്മൾ നേരത്തെ ഈ ഉപ്പായും ഉമ്മായിനെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞത്. അപ്പം ഉപ്പായ ഇടയ്ക്കൊന്ന് കയറിയല്ലോ മോളെ കുറിച്ച് പറയാൻ വേണ്ടില്ല. ഈ ഉപ്പായി, നമ്മുടെ ഉപ്പ, ഒറിജിനൽ ഉപ്പായും ഈ ഉപ്പായിട്ടുള്ള സിനിമയിൽ വന്നപ്പോൾ അഭിനയ ജീവിതത്തിലോ എങ്ങനെയായിരുന്നു? എനിക്ക് ഉപ്പച്ചി എങ്ങനെയാണോ ഉണ്ടായ സെറ്റില് ഉപ്പച്ചി ഉമ്മച്ചി എനിക്ക് എങ്ങനെയാണോ അതേപോലെ ഇവരെ എനിക്ക് ഉണ്ടായേ. അതുകൊണ്ട് ഫുള്ള് കംഫേർട്ടായിട്ട് എനിക്ക് നിൽക്കാൻ പറ്റി. കറക്റ്റ് ഉമ്മച്ചി അഭിനയിക്കുമ്പോ തന്നെ ഉമ്മച്ചി എങ്ങനെയാണോ ഒരു കെട്ടിപ്പിടിച്ച് കരയുന്ന ഒരു സീനുണ്ട്, അതിലേക്ക് ഉമ്മച്ചിനെ കെട്ടിപ്പിടിച്ച് കരയുന്ന അതേ ഫീൽ ഉണ്ടായേ. പല സീന് ഷൂട്ട് ചെയ്ത് കഴിയുമ്പോൾ അവിടെ ഞങ്ങളുടെ ഫാമിലീസ് ഒക്കെ കാണാൻ വരുമല്ലോ. അപ്പൊ അവര് പറയും നീ അവിടെ അടി ഉണ്ടാക്കുന്ന പോലെ തന്നെ ഉണ്ട്. അത് മറ്റേ നമ്മള് തലശ്ശേരിയില അവിടെ നടക്കുന്നതുണ്ടല്ലോ, ഫുഡ് കഴിക്കുന്നതിന്റെ ഇടയിൽ. അപ്പൊ അതൊക്കെ കണ്ടിട്ട് എന്റെ ഇക്ക പറയുന്നു ഓ നിന്നെ തന്നെ കാണുന്നത് കാണും. ഇക്കത് പറയുമായിരുന്നു. ശരിക്കും അതുപോലെ തന്നെ ഉണ്ട്, അടി ഉണ്ടാക്കുന്നത് ഒച്ച എടുക്കുന്നതൊക്കെയാണ്. ശരിക്കും റിയാക്ട് ചെയ്യുമല്ലോ, തീർച്ചയായിട്ടും ഓട്ടോമാറ്റിക്കലി റിയാക്ട് ചെയ്തു പോലും നമ്മുടെ കൊച്ചിനെ കുറിച്ച് എന്തെങ്കിലും ഒരു ഇത് പറയുമ്പോൾ. അല്ലെ, അതേ പറഞ്ഞേ, ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു അമ്മയുമാണ്, ഒരു വൈഫും ആണ്. കാരണം അത്രയും കുറേ സിറ്റുവേഷൻസിലൂടെ അവര് കടന്നു പോയിട്ടുണ്ട്. അപ്പൊ ആ ചേട്ടന് അത്രയും സപ്പോർട്ടായിട്ട് നിന്ന ഒരു വൈഫാണ്. അതുകൊണ്ടാണല്ലോ അവർക്ക് ഇന്ന് ഇവിടെ ഇങ്ങനെ മോളെ അത്രയും കോൺഫിഡൻസ് കൊടുത്ത് മോളുടെ കൂടെ ഇന്ന് ഇവിടെ ഇങ്ങനെ സംസാരിക്കാൻ പറ്റില്ല. അങ്ങനെ ഒരു സപ്പോർട്ട് ഇല്ലെങ്കിൽ എഴുതാൻ കഴിയില്ലല്ലോ. എഴുതാനാണല്ലോ കഥയുണ്ടെങ്കിലല്ലേ സിനിമയുള്ളൂ. അത് എഴുതിയില്ലേ? ഞാനും ബ്രദറുണ്ട് ബിസ്മിത്ത്, ഞങ്ങൾ രണ്ടുപേരും കൂടെ എഴുതിയത്. ഫസ്റ്റ് എന്ന് വെച്ചാൽ ഞാൻ ചെറുതിൽ ഒരുപാട് അനുഭവിച്ചിട്ടുണ്ട് സെയിം കാര്യം. ഞാൻ ഒരുപാട്. അപ്പം അന്നേ ഞാൻ വിചാരിച്ചതാണ് എനിക്ക് ഇവളെ പ്രസവിച്ച സമയത്ത് എനിക്കറിയാം. കാരണം മോൻ നല്ല ഫെയറാ, ഇവള് നിറം കുറഞ്ഞിട്ടും അപ്പം തന്നെ ഞാൻ മനസ്സുകൊണ്ട് വിചാരിച്ചിട്ടുണ്ട് വിധി എഴുതി. കാരണം ഷുവറാ, നമ്മളെ സൊസൈറ്റി അല്ലേ. ഞാൻ ഇക്കേനോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇക്ക ഇനി ഇവള് ഇവിടുന്ന് കേൾക്കാൻ പോകുന്നത് എന്തൊക്കെയാന്നുള്ള കാര്യങ്ങള്. കാരണം നമ്മൾ കുട്ടീനെ കാണാൻ ഒരാൾ വരുമ്പോൾ പോലും പറയാൻ പോകുന്നത് എന്താ നമുക്കറിയാലോ. അപ്പം ആ ഒരു ഇത് അതുപോലെ തന്നെ ഇങ്ങനെ വന്നു, ഞാൻ പറഞ്ഞ പോലെ തന്നെ കാര്യങ്ങൾ വന്നു. അപ്പം ഞാനിങ്ങനെ ബ്രദറിനോട് ഞാൻ പറയുമായിരുന്നു നമുക്കിത് എങ്ങനെയെങ്കിലും, കാരണം പാരൻസ് എനിക്ക് മെയിനായിട്ട് മറ്റുള്ളവരെയല്ല പാരൻസിന് ഒരു അവയർനെസ് കൊടുക്കുക എന്നുള്ളതാണ്. കാരണം പാരൻസാണ് എപ്പോഴും മക്കളെ കൂടെ ഇങ്ങനത്തെ ഒരു കാര്യത്തിന് നിൽക്കേണ്ടത്. പല പേരൻസ് ഞാൻ കണ്ടിട്ടുണ്ട്, പാരൻസ് തന്നെ മക്കളോട് അത് തേക്ക് ഇത് തേക്ക് ഒന്ന് വെളുക്കട്ടെ കെട്ടിച്ചു വിടാനുള്ളതല്ലേന്ന് വരെ പറയുന്നത്. അപ്പം പാരൻസിനാണ് മെയിൻ ആദ്യം നമ്മളത് കൊടുക്കേണ്ടത്, പാരൻസാണ് മക്കളെ കൂടെ നിൽക്കേണ്ടത്. അപ്പം അതുകൊണ്ട് ഞാനും ബ്രദറും ഇതിനെക്കുറിച്ച് സംസാരിക്കും. അപ്പം ഞങ്ങൾ ആദ്യം വിചാരിച്ചൊരു ഷോർട്ട് ഫിലിം ആക്കാം നമുക്കിത് എന്ന്. പക്ഷെ ഞങ്ങൾ ഇത് എഴുതി വന്നപ്പോൾ ജോഷി ജോൺ നമ്മുടെ സംവിധായകൻ, അപ്പം ആളിത് ഫസ്റ്റ് വായിക്കുമ്പോൾ തന്നെ ജാസി ഇത് നമുക്ക് അതിനുള്ളതല്ല, ഇത് നല്ലൊരു സിനിമയാക്കാനുള്ള
ഇതുണ്ട് എന്ന് പറഞ്ഞിട്ട് ആദ്യം ഞങ്ങളെടുത്ത് അതിനെക്കുറിച്ചൊരു സിനിമ എന്നുള്ളതിനൊക്കെ ഞങ്ങൾ വരുന്നത് അങ്ങനെയാണ്. പിന്നെ ഇത് ആരോട് പറയുമ്പോഴും, ഇപ്പം നമ്മൾ ലാൽ ജോസ് സാറിനോടാണെങ്കിലും വിപിൻ മോഹൻ സാറിനോട് ആരോട് പറയുമ്പോഴും എല്ലാവർക്കും അത് അത്രത്തോളം ഭയങ്കരമായൊരു സംഭവം ഇതിലുണ്ട്, ഇത് നമുക്ക് സിനിമയാക്കണം എന്നുള്ള അവർ ധൈര്യം ഞങ്ങൾക്ക് തന്നത് അവരൊക്കെയാണ്. തീർച്ചയായിട്ടും ഇത് സിനിമയാകുന്നു എന്ന് പപ്പായുമായൊക്കെ വീട്ടിൽ സംസാരിക്കുന്നു. അപ്പൊ മോൾ എന്താണ് പറഞ്ഞത്? ഞാൻ ആദ്യം പറ്റൂല എന്നാ പറഞ്ഞേ. എന്നെക്കൊണ്ട് പറ്റൂല എന്നാ പറഞ്ഞ ആദ്യം. കാരണം ഇത് ചെയ്തിട്ട് വീണ്ടും കളിയാക്കല് വരും എന്നുള്ള പേടിയായിരുന്നല്ലോ. അപ്പൊ അത് കഴിഞ്ഞപ്പോ പിന്നെ ഇവരുടെ മോട്ടിവേഷൻ കാരണം അതിലോട്ട് വന്നു കഴിഞ്ഞപ്പോഴാണ് ഈ സിനിമയിലോട്ട് വന്നപ്പോഴാണ് ഞാൻ ശരിക്കും ടോട്ടലി മാറിയത്. ആദ്യം വേണ്ടെന്ന് തന്നെ പറഞ്ഞു. വേണ്ടെന്ന് വെച്ചാൽ ഇനിയും ചിലപ്പോ കളിയാക്കല് വന്നാലോ ഒരു ഡൗട്ടായിരുന്നു എന്നെ കൊണ്ട് പറ്റുമോന്ന്. അല്ല, മോള് തന്നെ അഭിനയിക്കണമെന്ന് പറഞ്ഞപ്പോഴാണ് വേണ്ടെന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ മോളിലെ കഥ സിനിമയാകുമ്പോ വേണ്ടെന്നാണ് പറഞ്ഞത്. എങ്ങനെയായിരുന്നു? അല്ല, സിനിമ ആക്കണം. കാരണം സിനിമയാകണം, സിനിമ പറ്റുമെന്നുള്ളതാണ്. ഫസ്റ്റ് ടൈം ആണല്ലോ, അപ്പൊ ആ ഒരു ഡൗട്ട് ഉണ്ടായിരുന്നു. പക്ഷെ കുഴപ്പമില്ലാണ്ട് ചെയ്യാൻ പറ്റി. ഈ സ്കൂളിലെ ഏറ്റവും അടുത്ത ഫ്രണ്ട് ആരാണ്? ഇപ്പൊ ഉള്ളതാണോ? ഇപ്പൊ ഉള്ളത് സന എന്ന് പറഞ്ഞിട്ട് എന്റെ കൂടെ എല്ലാത്തിനും ഉണ്ടാവും, എല്ലാ കാര്യങ്ങളും. നേരത്തെ ഈ ഫ്രണ്ട്സ് ഉണ്ടായിരുന്നോ? നേരത്തെ ഉണ്ടായിട്ടില്ല. ഇല്ല, ഇപ്പോഴാണ് സനയാണ് ഏറ്റവും അടുത്ത ഫ്രണ്ട്. സനയോട് ഈ കഥകളൊക്കെ പറഞ്ഞില്ലേ? ഓ, അവക്കറിയാം എല്ലാ കാര്യങ്ങളും. എന്റെ എല്ലാ കാര്യത്തിനും കൂടെ ഉള്ളത് അവള് തന്നെ. അവർക്ക് എല്ലാ അത് കാര്യവും കൊച്ചി വന്നതിന് ശേഷമുള്ള ആണോ? എറണാകുളം വന്നിട്ട് ആദ്യമായിട്ട് എനിക്കുള്ള. അവിടെ നിലമ്പൂരിലൊന്നും ഫ്രണ്ട്സ് ഇല്ല? ഉണ്ടായത് ഇതിനു വേണ്ടി കളിയാക്കാൻ ഫ്രണ്ട്സ് ഉള്ളൂ അല്ലേ? കളിയാക്കാൻ ഇഷ്ടംപോലെ ഫ്രണ്ട്സ് ഉണ്ട്. ഇഷ്ടംപോലെ ഉണ്ടായി കളിയാക്കാൻ. അവരെ കൊണ്ട് കൈയടിപ്പിക്കണം നമുക്ക്. ഇപ്പൊ തന്നെ അടിക്കല് തുടങ്ങിയല്ലേ? സെൽഫി എടുക്കാമെന്ന് ക്യൂ നിൽക്കട്ടെ. ഇപ്പൊ എന്നെ തള്ളി പറഞ്ഞവരൊക്കെ ഇങ്ങോട്ട് വരാ എന്റെ അടുത്തോട്ട്. എന്ത് സെൽഫി എടുക്കാൻ പറ്റേ? അപ്പൊ നമുക്ക് നോക്കാം. സെൽഫി ഒക്കെ എടുത്തു കൊടുത്തോണം കേട്ടോ. അവര് കൊണ്ട് സ്റ്റാറ്റസ് ഒക്കെ ഇട്ടേ, ഇത് എന്റെ ഗുരുവിയാന്നും പറഞ്ഞു അല്ലേ? വാശിയുണ്ടെങ്കിൽ എന്തിനും മുന്നോട്ടുണ്ട് മോളെ. എന്തെങ്കിലും ജീവിതം വേണ്ട, അവസാനിപ്പിച്ചേക്കാം എന്നൊരു തോട്ടുണ്ടായോ മനസ്സിൽ? ഉണ്ടായിട്ടുണ്ട്. അതൊക്കെ നമ്മൾ സിനിമയിൽ അതുകൊണ്ട് എന്റെ അമ്മ എനിക്ക് സിനിമ എഴുതിട്ട് മതിയായിരുന്നു, ഒന്നും ചോദിക്കാനും പറ്റുന്നില്ല. ആളുകളെ കുറച്ച് അല്ലെങ്കിൽ പറയിപ്പിക്കണമെന്നുണ്ട്, ഒന്നും നടക്കുന്നില്ല. സിനിമ കണ്ടിട്ട് നമുക്ക് ഒന്നും കൂടി ഇരിക്കേണ്ടത് അല്ലേ? നമ്മൾ ഓരോന്നും ചോദിക്കുന്നത്, നമ്മളൊരു ഒരാൾക്കുണ്ടാവുന്ന മാനസിക അവസ്ഥയാണല്ലോ ചോദിക്കുന്നത്. ഇപ്പൊ പറയുന്നത് അത് സിനിമയിലുണ്ട്. അത് ഞാൻ പിന്നെ ഒന്ന് വേറെ ഏതെങ്കിലും വഴിക്ക് ഏത് റൂട്ടിൽ പോയാലും അവിടെ എത്തുവാണ്. ഇനിയിപ്പോ സനയെന്ന് കൂട്ടുകാരുണ്ട്, അതും സിനിമയിലുണ്ട്. ഇനി സനയെ കുറിച്ച് കൂടുതൽ പറയണ്ട, അത് കൂടുതൽ പറയണ്ട. സിനിമയിലില്ലാത്ത എന്തെങ്കിലും ഉണ്ടോ? അല്ല, ഇത് ശരിക്കും ഞങ്ങളുടെ ജീവിതം തന്നെയാണ് സിനിമ. അത് ശരിക്കും അഭിനയിക്കില്ല, ജീവിക്കന്നെ ചെയ്തിട്ടുണ്ട് നമ്മളെ വിനീതേട്ടനും മുക്തയും. അത്രയും നന്നായിട്ട് ചെയ്തിട്ടുണ്ട് അവര്. അത് ഓരോ സീന് കാണുമ്പോഴും ഞാൻ ശരിക്കും പറഞ്ഞാൽ ക്യാമറയുടെ പുറകിലിരുന്നിട്ട് എൻ്റെ കണ്ണ് നിറഞ്ഞൊഴുകല. കാരണം ഞങ്ങൾ അനുഭവിച്ച കാര്യങ്ങളാണ് അവർ ക്യാമറക്ക് മുന്നിൽ നിന്ന് ചെയ്യുന്നത്. അത് അത്രയും നന്നായിട്ട് അവർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരുപാട് മണിക്കുട്ടൻ, കൈലാഷ്, ഹ്യൂജ്, സന്തോഷ്, കിച്ചു ടെല്ലസ്, രാജേഷ് ശർമ്മ, എല്ലാത്തിനും ഒരു വലിയ സിനിമയാണ്. സുധി, നമ്മുടെ സുധി സിനിമ ഇമ്പോർട്ടന്റ് റോളാണ് ഇതിൽ ചെയ്തത്. അങ്ങനെ ഒരു ലാൽ ജോസിന്റെ ഒരു ഗൈഡൻസ്. അങ്ങനെ ഞാൻ പറഞ്ഞില്ല, ഇതൊരു ഈശ്വരാനുഗ്രഹം പോലെ ഇവരെല്ലാം വന്ന് എല്ലാം അപാര കഴിവുള്ള ആർട്ടിസ്റ്റ് അല്ല എല്ലാവരും. ചെറിയ ചെറിയ റോളാണെങ്കിലും ഭയങ്കര പവർഫുൾ ആയിട്ട് അവർ. അതുപോലെ ശ്രീനാഥ് ചേട്ടന്റെ നെവ്യൂ ഒരു ആർട്ടിസ്റ്റ്, അസലായിട്ട് അഭിനയിച്ചിട്ടുണ്ടാവില്ല. ചെറിയ ചെറിയ പോർഷൻസ് ആണ്, പക്ഷെ വെരി ഒറിജിനൽ ക്യാരക്ടേഴ്സ്.